ഇന്നത്തേതൊരു സാധാരണ ദിവസമല്ല കേട്ടോ, സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് ഞങ്ങൾക്കെല്ലാവർക്കും. നാട്ടിൽ നിന്ന് അമ്മ അമേരിക്കയിലോട്ട് വരികയാണ്, അതും ഒറ്റയ്ക്കാണ് ഇത്തവണ വരണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണ സീനൊക്കെയാണ് കാണുന്നത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടാണ് അമ്മേനെ എയർപോർട്ടിലോട്ട് ആക്കണത്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് എന്ന് പറയണത് ശരിക്കും പറയുമ്പോൾ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ. എയർപോർട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് ആർദ്രയുടെ പാരൻസും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരും അമേരിക്കയിലോട്ട് വരികയാണ്. അപ്പോൾ അവരുടെ കൂടെയാണ് സീറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും ഒറ്റയ്ക്കാവണില്ല. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനില്ല. എന്നാലും എത്തിക്കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ടും പിന്നെ ചേച്ചിയും കൂടെ ദേ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അമ്മനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസം ചേച്ചി വീട്ടിൽ അമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ ഇപ്പം അടുത്തുള്ളവരും എല്ലാവരും കൂടെ ടാറ്റയൊക്കെ പറഞ്ഞ് അമ്മയും മമ്മിയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് ഇപ്പം എയർപോർട്ടിലോട്ട് പോവാണ്. അമ്മയ്ക്കും ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണല്ലോ ഒറ്റയ്ക്ക് വരുന്നത്. അപ്പം നേരത്തെ വന്നപ്പം 2 അമ്മമാർ ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷനുണ്ട്. അപ്പോൾ അവിടെ അമ്മ ഇറങ്ങുമ്പോൾ ഞങ്ങളിവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും പരിപാടിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഇവിടെ എത്താൻ പോകുന്നത്. അപ്പം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഏട്ടനൊക്കെ ലീവ് എടുത്തു. എല്ലാവരും വിക്കിയും സ്കൂളിൽ പോകണില്ല. അങ്ങനെ നമ്മളത് നെക്സ്റ്റ് ഡേ അമ്മ ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് എയർപോർട്ടിലോട്ട്. 8:30 എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചുകൂടെ ലേറ്റ് ആവും, ഒരു 40 മിനിറ്റ്സ് എങ്ങാണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അമ്മനെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് വരാം. പിന്നെ ഇതുപോലെ നമ്മൾ അമ്മമാരെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വീൽ ചെയർ ആക്സസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും അവർക്ക്. ഇവിടെ US വന്നിട്ട് ഇമിഗ്രേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഈ വീൽ ചെയർ ഉണ്ടെങ്കിൽ അവർ തന്നെ കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. അമ്മ വരുന്നതും അതുപോലെ ആർദ്രയുടെ പാരൻസ് വരുന്നതും ഒക്കെ കാത്തിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഓരോരുത്തർ അവിടെ നിന്ന് കടന്നു വരുമ്പോഴും ഇത് അമ്മയാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അതേ ഫൈനലി അമ്മ ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ കൂടുതലുള്ള ഫ്ലൈറ്റ് യാത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അമ്മയ്ക്ക് ഇത് ഞങ്ങളെ കണ്ടപ്പോഴാണ് ഒരു ആശ്വാസം സന്തോഷമൊക്കെ ആയി. ഏകദേശം 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ പാരൻസ് വരുന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾക്ക് അമ്മയ്ക്കും കൂടിയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കണ്ടുമുട്ടൽ എന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് എനിക്കിതുപോലെ പിക്ക് ചെയ്യാനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം നേരത്തെ വ്ളോഗ് കാണാത്തവർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് തോന്നണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ആർദ്രയുടെ ഫാമിലി കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പം തിരിച്ചു വീട്ടിലോട്ട്. നമ്മൾക്ക് ഇവിടുന്ന് നല്ല ദൂരമുണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം 2 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ നേരിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്നാണ്. കാരണം വീടെത്തി പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് ടൈമാവും. അമ്മയ്ക്കും വിശക്കുന്നുണ്ട്, ഞങ്ങൾക്കും വിശക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പെട്ടെന്നങ്ങ് ഇറങ്ങിയതാണ്. ഒന്നും കഴിക്കാനുള്ള പ്ലാനൊന്നും ചെയ്തില്ല. ഇത്രയും ഇങ്ങനെ ലേറ്റ് ആവുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴൊക്കെ. അപ്പം നേരിട്ട് ഇവിടുത്തെ ഒരു പഞ്ചാബി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അമ്മയുടെ ഫ്ലൈറ്റ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു ഓരോന്നായിട്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ കൊള്ളാം. ഒരു പഞ്ചാബി ധാബയിലൊക്കെ വന്ന ആ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷണവും കുഴപ്പമുണ്ടായിരുന്നില്ല. വിക്കിക്ക് ചിക്കൻ റോൾ എന്തോ വാങ്ങിച്ച് അതത്ര രസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ ഇതേ വീടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾക്ക് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ, ബാക്കി മെയിനായിട്ടുള്ളൊരു വിശേഷം കൂടെ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പെട്ടി തുറക്കൽ. അത് പിന്നെ അതാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ളൊരു സംഭവം. പുറത്ത് അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇത് നമ്മുടെ ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അമ്മക്ക് കൃഷി ചെയ്യാമേ, നിറയെ ഉണ്ട് ഇവിടെ. അത് മറ്റേ ഇത് ഹീറ്ററും ഇതൊക്കെ വെച്ച് വന്നു കഴിഞ്ഞിട്ട് അമ്മ ആദ്യം പറഞ്ഞത് ഒരു ചായ കുടിക്കണം എന്നായിരുന്നു. അപ്പോൾ അമ്മ ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ചായയൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനിയിപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ പെട്ടി തുറക്കൽ സംഭവം ഉണ്ടല്ലോ, അതിലോട്ട് കിടക്കാം. ഒരു കാര്യം ചായ അതെ ഇത് ഓൾറെഡി പെട്ടി തുറന്നല്ല, സിബ് പോയി.
ഇത് കണ്ടോ, ഇതിങ്ങനെയായിരുന്നു. പക്ഷെ ഇത് ഇതിൻ്റെ സിബിൽ എന്തോ അടയ്ക്കുന്നതിൻ്റെ ആണോ അറിയില്ല, പൊട്ടിപ്പോയി. ഒരു പെട്ടിയുടെ സിപ്പ് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ മറ്റേ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് കൂടുതലും ഡ്രസ്സുകളാണ്. പിന്നെ നമ്മള് ഈ ഒരു സാധനം ഇത് നമുക്ക് എപ്പോഴും വിഷുവിന് ഉണ്ടാവും. ഇത് മുളകാണമ്മേ. ഇത് മുളക്, ഉണക്കിയ മുളകാണ്. മോരുമുളക് ഉണ്ടല്ലോ, അത് മോരുമുളക്. ഇത് നമ്മൾ സെപ്പറേറ്റ് വെക്കാം. ഇത് വാഴ കുക്കുകളെയാണോ അതോ വേറെ വല്ലതാണോ അറിയില്ലല്ലോ. ഇതൊന്നും ഉടഞ്ഞിട്ടില്ലട്ടമ്മേ. അയ്യോ, ഉടഞ്ഞിണ്ട്. ഉടഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുള്ളൂ. അത് കറക്റ്റ് ഈ പെട്ടിയിലല്ലേ ഏട്ടാ, അതാണ്. നമ്മളുടെ 2 വള പൊട്ടിയിട്ടുണ്ട്, പക്ഷെ വേറെ അത് കുഴപ്പമില്ല, ബാക്കിയെല്ലാം കിട്ടി. അത് പൊട്ടാതെ വെക്കും. ഇതിങ്ങനെ ഓരോന്നോരോന്നിട്ട് വന്നിരിക്കുന്നില്ല. ഇതൊക്കെ ഡ്രസ്സുകളാണ്. ഇനി ഡ്രസ്സ് അല്ലാത്തത് ഇത് വളയൊക്കെ വള വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഇത് മാങ്ങ ഉപ്പിലിട്ടത്. പിന്നെ പിന്നെ ഇതെന്താ മരുന്ന്. ഇത് അമ്മന്റെ മരുന്ന്. ഓക്കെ. ഇത് മാങ്ങ, ഉണക്ക മാങ്ങ. ഈ വള ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഇത് പൊട്ടിയിട്ടില്ലട്ട. ഇതില് പക്ഷെ ഒന്നുമില്ല. അത് പൊട്ടിയില്ലല്ലോ. ഇതെന്താണ് ഇതെന്താണ് കേട്ടാ? ഇതാണോ അത്? ഇതെന്താ സാധനം? ഇതെന്താണ്? ഇത് അമ്മന്റെ സാരിയാണ്. ഈ കളർ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെന്താണ്? ഇത് അമ്മന്റെ. ഇത് പാന്റ് അമ്മന്റെ തന്നെയല്ല? ഇതെന്താ ഇങ്ങനെയാണ്? ഹോട്ടലിൽ കാണുമ്പോ നല്ല വലുത്. നിറയേണ്ട തോന്നും. പൂ വെക്കാം അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോ വരുന്നത്. അതിങ്ങനെ കൊണ്ട കിട്ടുമ്പോ ഇങ്ങനെ കൊഴിയാണ്ട് വെച്ചാൽ ഇതൊക്കെ ഒരു കവറില്ലാണ്ട് കൊണ്ടുവന്നു. അതെങ്ങനെ വന്നത്? കവറില്ല. Why don't you just do this? ഇതല്ലെങ്കിൽ ജാനുട്ടിക്ക് പറ്റും. ബാഗ് ഇതൊരു ഇത് വേണമെങ്കിൽ ചുമ്മാ ഇതൊക്കെ ഭയങ്കര ചെറുതാണ്. ഇത് ചെറുതല്ലേ? പിന്നെ ഇത് പുട്ടുണ്ടാക്കണ സാധനം. പുട്ടുണ്ടാക്കണ അമ്മ 2 വന്നിരിക്കണു. ഇത് ഒരുമിച്ച് വന്നതാണ്. ഓ, ഇതില് 2 വന്നു. ഒരു കപ്പ്. ഇതൊക്കെ തുണി അടുക്കി വയ്ക്കണേ പാടില്ലേ. ഞാൻ ഒന്നും ചെയ്യില്ലടാ. ഇത് നമ്മൾക്ക് പൊട്ട് ഏത് സൈസിൽ വേണമെങ്കിലും ഏത് കളറിൽ വേണമെങ്കിലും വെക്കാം. മാല. ഇതെന്ത് സോമ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് പക്ഷെ കാണാൻ. പക്ഷെ ഇത് ചെറുതാണതാ. ഇത്രേ ഉള്ളൂ.
പെട്ടിയെല്ലാം തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിപ്സോ അല്ലെങ്കിൽ പലഹാരങ്ങളോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമമാണ് കേട്ടോ എപ്പോഴും. പക്ഷേ ഞങ്ങൾ തന്നെ പറഞ്ഞു അതൊന്നും ആക്കണ്ട എന്നുള്ളത്. അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് യുണൈറ്റഡ് SR ലോജിസ്റ്റിക്കിൻ്റെ പെട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇങ്ങോട്ട് ആഗ്രഹം തോന്നിയ കുറച്ച് ഐറ്റംസ് അത് മാത്രം അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഇത് ഉപ്പിലിട്ട മാങ്ങ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ, കണ്ണിമാങ്ങ. അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ മുളകുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ചമ്മന്തി അരച്ചു, കാരണം നമ്മൾക്ക് ഇന്ന് ഡിന്നറിന് കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ ചുട്ടുമുളക് ചമ്മന്തി കേട്ടോ. അപ്പം ഇനിയിപ്പം വെറുതെ ഭയങ്കരമായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കേണ്ട വിചാരിച്ചു. ഉച്ചയ്ക്ക് ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് കഴിച്ചായിരുന്നല്ലോ, അപ്പോൾ നൈറ്റ് അങ്ങ് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലേ ഇത് കുഴപ്പമില്ല. ഇത് കഞ്ഞി വെക്കണം. തിരിക്കണം വേണ്ട പോട്ടിരിക്കുന്നു. അച്ചാറ് ഇത് കറിയിലൊക്കെ ഇടാല്ലേ, കുതിർത്തിട്ട് കൂട്ടാൻ വെക്കുമ്പോ ഇത്തിരി നല്ല പച്ചമാങ്ങയാണല്ലോ, നന്നായി ഉണങ്ങും ചെയ്തു. മുളകും നമ്മൾ വീട്ടിലുണ്ടായത് തന്നെയാണ്. അതിന് ഇങ്ങനെ മോരിലിട്ട് അങ്ങനെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ കഞ്ഞിയുടെ കൂടെ ഞാനൊന്ന് പയറും കൂടെ ഇട്ട് ഉപ്പേരി വെച്ചു. പിന്നെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ ഉപ്പിലിട്ടതും. അപ്പോൾ കഞ്ഞിയുടെ കൂടെ ഇതൊക്കെ തന്നെ ധാരാളമാണല്ലോ. ഇനിയിപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കുക, കാരണം എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അമ്മയ്ക്കും ട്രാവൽ ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണമുണ്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ എണീറ്റതായിരുന്നല്ലോ, അപ്പം എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു വീഡിയോ ഇവിടം വരെ ക്ഷമയോടെ കണ്ടതിൽ. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.